നമസ്കാരം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കും കക്ഷികൾക്ക് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് പലതരത്തിലുള്ള ഡിസ്കഷൻ ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തമായ രൂപം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് വരുന്നതിന് ഭാഗമായിട്ട് വെറുതെ ജസ്റ്റ് ഓരോ കക്ഷികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഏതെല്ലാം കക്ഷികൾ അടുത്ത ഇലക്ഷനെ സർവൈവ് ചെയ്യും, അതിജീവിക്കും, അതിജീവിതമാർ എത്രമാത്രം ഉണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞില്ല. സ്ഥാനാർത്ഥിനെ കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ചില കണക്കുകൂട്ടലുകൾ എത്താവുന്നതാണ്. ശരിയായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ശരിയാവുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാനുള്ള കാരണം, കോൺഗ്രസിന്റെ ശക്തി കുറച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു 1965 64-65 കാലഘട്ടത്തിൽ കോൺഗ്രസിലുണ്ടായ പി ടി ചാക്കോയുടെ മരണവും കേരള കോൺഗ്രസിന്റെ രൂപീകരണവും. കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം കെ എം ജോർജിന്റെ മരണശേഷം ശ്രീ കെ എം മാണി നേതാവുകയും കേരള കോൺഗ്രസിന്റെ നേതാവുകയും കേരള കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരെ എല്ലാം വിശ്വാസത്തിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രമത്തിൽ പാലായിലെ തുടർച്ചയായ വിജയങ്ങളിലൂടെ കേരള കോൺഗ്രസ്സുകാരുടെ ഒരു മക്കയായി അല്ലെങ്കിൽ ഒരു ശബരിമലയായി പാല രൂപാന്തരപ്പെടുകയും ചെയ്തു. വീണ്ടും പല പിളർപ്പുകളും ബാലകൃഷ്ണപിള്ളയും ടി എൻ ജേക്കബും പിന്നെ പി ജെ ജോസഫും അങ്ങനെയുള്ള കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന പല ആൾക്കാരും മാണിയെ വിട്ടു പോയപ്പോഴും മെക്കയും പാലായും ചുറ്റുവട്ടവും കാത്തു സൂക്ഷിക്കാൻ കെ എം മാണിക്ക് സാധിച്ചു. അതായിരുന്നു കെ എം മാണിയുടെ രാഷ്ട്രീയ ഊർജം. പക്ഷെ ഇപ്പോൾ ആ പാലായിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കെ എം മാണിയുടെ പ്രിയപുത്രൻ ജോസ് കെ മാണി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം അവിടെ സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ, ഒന്ന്, കോൺഗ്രസിന്റെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് മാത്രമായിരുന്നു കെ എം മാണിക്ക് പാലായിൽ തന്റെ സ്വാധീനം നിലനിർത്താൻ പറ്റിയിരുന്നത്. പക്ഷെ എപ്പോഴോ എവിടെയോ വെച്ച് മാണിക്ക് ബോധോദയം ഉണ്ടായി, കോൺഗ്രസ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണയും മാണി പല കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും വെറുപ്പിക്കാനും തുടങ്ങി. ഇങ്ങനെ പാലായിൽ ക്രമത്തിൽ ക്രമമായി മാണി ഒറ്റപ്പെട്ടു വരികയായി. പലപ്പോഴും എം എം ജേക്കബിനോട് മത്സരിച്ചപ്പോൾ 500 ഭൂരിപക്ഷത്തിന് മാത്രമാണ് കെ എം മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നല്ല മത്സരം ഉണ്ടാകാതെ ഇരിക്കുക എന്നതിലായിരുന്നു മാണിയുടെ വിജയം. മാണിക്കെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അദ്ദേഹം ഒഴവൂർ വിജയനെ പോലുള്ള സ്ഥാനാർത്ഥികളായിരുന്നു എല്ലാ കാലത്തും മാണിക്ക് എതിരാളിയായിട്ട് വന്നിരിക്കുന്നത്. കരുത്തരായ സ്ഥാനാർത്ഥി ഒരിക്കലും മാണിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത ആളാണ് മാണി. മാണിയുടെ അല്ല വിട്ടുവീഴ്ച ഉമ്മൻചാണ്ടിയും അടുത്ത വർഷമൊക്കെ കാണിച്ചിട്ടുണ്ടായി. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രത്യേകത, പാലായിൽ ആരൊക്കെ മത്സരിക്കും? ജോസ് കെ മാണി മത്സരിക്കുകയോ ഇല്ലയോ? ജോസ് കെ മാണിക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമോ? അടുത്ത വർഷം സീറ്റ് കൊടുത്തേക്കാം. റോഷി അഗസ്റ്റിൻ അതാണ് സൂചിപ്പിക്കുന്നത്. ആത്യന്തികമായിട്ട് ചിലപ്പോൾ കേരള കോൺഗ്രസിൽ നടപ്പാക്കാൻ പോകുന്ന ഇപ്പോൾ അധികാരം കയ്യിലുള്ള റോഷി അഗസ്റ്റിന്റെ തീരുമാനങ്ങളായിരിക്കും. കാരണം കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മറ്റ് നിര നേതാക്കളെല്ലാം അധികാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പുറകെ പോകുന്നതിൽ ഒട്ടും മടി കാണിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജോസ് കെ മാണിയുടെ കൂടെ ആശ്രിതരായിട്ട് നിൽക്കുന്ന പലരും നാളെ റോഷി അഗസ്റ്റിന്റെ കൂടെ കണ്ടാൽ അത്ഭുതപ്പെടേണ്ട. അപ്പം ജോസ് കെ മാണിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യതകൾ UDF-നാണെന്നിരിക്കെ UDF മുന്നണിയിലേക്ക് ജോസ് കെ മാണിക്ക് മാറാൻ പറ്റും. പക്ഷെ അവിടെ ഒരു അപകടം കിടക്കുന്നത്, ഇപ്പോൾ തന്നെ UDF-ന്റെ ഘടകകക്ഷിയായ മാണി സി കാപ്പന്റെ സീറ്റാണ്. മാണി സി കാപ്പന് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പറയാൻ പറ്റും. മാണി സി കാപ്പനോട് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പറയാൻ കോൺഗ്രസിന് പറ്റില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് പാലാ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി മത്സരിച്ചാൽ തന്റെ മെക്ക വിശുദ്ധ നഗരം വിട്ട് പോവുക എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന് ആത്മഹത്യാപരമാണ്, ജോസ് കെ മാണിക്കും ആത്മഹത്യാപരമാണ്. അവിടെ ജോസ് കെ മാണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജോസ് കെ മാണിക്ക് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപരമായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് UDF-ലേക്ക് മാറുകയും എന്നാൽ താൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വീണ്ടും പോകാനുള്ള മാർഗം നോക്കുക. അതല്ലാതെ
ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടുക എന്നുള്ളത് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അസംഭവ്യമാണ്. പിന്നെ മറ്റൊരു അപകടം കൂടെ പാലായിൽ ഉണ്ടായേക്കാം. BJP-യുടെ സ്ഥാനാർത്ഥി മാണി സി കാപ്പനെ പോലെ തന്നെ വേറൊരു ശക്തനായി BJP സ്ഥാനാർത്ഥി അവിടെ വരാൻ സാധ്യതയുണ്ട്. അത് മറ്റാരുമല്ല, PC ജോർജിന്റെ മോൻ ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് വളരെ BJP-ക്കാർക്ക് വളരെ വേണ്ടപ്പെട്ട നേതാവാണ്. കാര്യങ്ങൾ പറയാനറിയാം, അവതരിപ്പിക്കാനറിയാം, പോരാടാനറിയാം. PC ജോർജിന്റെ കൂടുതൽ കൗൺസിലുണ്ട്. PC ജോർജ് തൻ്റെ ദേഷ്യവും അതൃപ്തിയും എല്ലാം മുഖത്ത് പ്രകടിപ്പിക്കും, പെരുമാറ്റത്തിൽ പ്രകടിപ്പിക്കും. പക്ഷെ അതൊന്നും കൂടാതെ സംസാരിക്കാനും അത്തരം കാര്യങ്ങൾ ചെയ്യാനും അറിയാവുന്നയാളാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുകയാണെങ്കിൽ അതിന് കേന്ദ്രത്തിൻ്റെ സഹായം, മോഡിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ ഷോൺ ജോർജ് അവിടെ ഒരു ഫോർമിഡബിൾ ജയിക്കുന്ന ഭിന്നങ്ങളല്ല, ഫോർമിഡബിൾ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ ജോസ് കെ മാണിയും കൂടെ അവിടെ പോയി മത്സരിച്ചാൽ, ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് ജോസ് കെ മാണി അവിടെ പോയി മത്സരിച്ചാൽ ഉറപ്പായി ഒന്ന് പറയാൻ പറ്റും, മാണി സി കാപ്പനും ഷോൺ ജോർജിന് ശേഷം 3-ാം സ്ഥാനത്തേക്ക് ജോസ് കെ മാണി തള്ളപ്പെട്ടേക്കാം. കാരണം അത്രയ്ക്ക് ഫോളോയിങ് ഉള്ളത് പല പ്രാവശ്യം കണ്ടതാണ്. പാർലമെന്റിലേക്ക് ഇലക്ഷനിലേക്ക് മത്സരിച്ച് ആദ്യം തോക്കുമ്പോൾ PC തോമസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ PC തോമസ് മത്സരിച്ചിട്ട് പോയി കത്തോലിക്ക വോട്ടുകൾ ഭിന്നിപ്പിച്ച് ജോസ് കെ മാണിക്ക് അവിടെ ജയിക്കാൻ പറ്റിയില്ല, ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റില്ല. മറിച്ച് ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന വാർഡ് ഉൾപ്പെടെ പല വാർഡുകളിലും, ഇവരുടെ മാണി സാറിൻ്റെ വീടിരിക്കുന്ന വാർഡ് ഉൾപ്പെടെ പലതും കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായി ഒരു പുറമേ കാണുന്ന കുറെ ബഹളം വയ്ക്കുന്ന അണികളല്ലാതെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന അണികളുടെ അസാന്നിധ്യം ഭയങ്കരമാണ്. ഇവിടെ ഒന്നും വേണ്ടല്ലോ, പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസ് കെ മാണിയുടെ ഡിക്ലെയർഡ് ശത്രു അല്ല, ജോസ് കെ മാണി ഡിക്ലെയർ ചെയ്തതല്ല, അവരും ഡിക്ലെയർ ചെയ്തില്ല. ആരാ ഡിക്ലെയർ ചെയ്യുന്നത്? വിനു പുളിക്കന്റെ കുടുംബത്തിൽ എത്ര പേരെ ജയിച്ച്? ചേട്ടനും അനിയനും മോളും ജയിച്ചു ഇല്ലേ? മോൾ അവിടെ മുനിസിപ്പൽ ചെയർമാനായി. എന്തേ അങ്ങനെ സംഭവിച്ചത്? ആർക്കാണ് പിന്തുണ? സ്വന്തം തട്ടകത്തെ മുനിസിപ്പൽ ഇലക്ഷനിൽ എന്നും ജോസ് കെ മാണി കടന്നു പോകുന്ന വഴികളിൽ, പല കുരിശുള്ളിയിരിക്കുന്ന വഴിയിൽ സമൂഹത്തിൽ എങ്ങനെയാണ് അവിടെ വിനു പുളിക്കക്കണ്ടം ജോസ് കെ മാണി എതിർത്തുകൊണ്ട് മുന്നണിയിൽ നിന്ന് പോയ വിനു പുളിക്കക്കണ്ടം എങ്ങനെ അവിടെ ജയിക്കുന്നു? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകൾ മേയറാകുന്നു? ഇതൊക്കെ ആലോചിക്കണ്ടേ? ഇത്തരം ഗ്രൗണ്ട് റിയാലിറ്റീസ് വെച്ച് ചിന്തിച്ചാൽ പാല കേരള കോൺഗ്രസിൻ്റെ വാട്ടർലൂ ആണ്. കേരള കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ എല്ലാവരുമായിട്ട് ജയിച്ച് തോൽവിക്ക് ശേഷം വരാനിരിക്കുന്ന കനത്ത തോൽവി ഫേസ് ചെയ്ത് പുതിയതായി ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് തോറ്റവരെല്ലാവരും കൂടി ചേരാനാണ്. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഗണേഷ് കുമാർ കാണും, അനൂപ് ജേക്കബ് ഒഴിച്ചുള്ള എല്ലാവരും, UDF-ന്റെ കൂടെ നിൽക്കാത്ത എല്ലാവരും തന്നെ കാണും. ആന്മരാജൊക്കെ വീണ്ടും വന്നു വരും. അപ്പം ഇങ്ങനെയുള്ളവരെ എല്ലാവരും കൂടെ വീണ്ടും വിളിച്ചു ചേർത്ത് ഒരു ശക്തമായ കേരള കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഈ ഇലക്ഷന് ശേഷം ചിലപ്പോൾ തെളിഞ്ഞു കഴിയും. പക്ഷേ ഈ ഇലക്ഷനിൽ ഉറപ്പായിട്ടും ഇതുവരെയുള്ള നമ്മുടെ വിലയിരുത്തൽ അവിടെ കേരള കോൺഗ്രസിൻ്റെ അസ്തമനാണ്. ജയിക്കാൻ പറ്റുന്ന ഒറ്റ സീറ്റില്ല, ഒറ്റ സീറ്റ് ജയിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇടുക്കിയിൽ വരുന്ന എന്താ? എന്ത് പറഞ്ഞാലും റോഷി അഗസ്റ്റിനേക്കാൾ അണികളുടെ ഇടയിൽ, പ്രവർത്തകരുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാവ് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി ഒറ്റ കൊടുത്തിട്ട് റോഷി അഗസ്റ്റിന് ഇടുക്കിയിൽ മത്സരിച്ചാൽ, ജോസ് കെ മാണി മനസ്സിൽ വെച്ചാൽ റോഷി അഗസ്റ്റിന് അവിടെ തോറ്റിരിക്കും. സത്യമാണ്. അല്ലെ തന്നെ കോൺഗ്രസ് അവിടെ ശക്തമാണെന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം പിടിച്ചെടുത്തു. ആ അനുഭവം വെച്ചുകൊണ്ട് റോഷി അഗസ്റ്റിൻ അവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ജയിക്കാൻ സാധ്യത? കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് ചിലപ്പോൾ ഒത്തു കിട്ടിയാൽ, വേറെ ഉറപ്പ് പറയാൻ പറ്റുമോ? ചങ്ങനാശ്ശേരി പറയാൻ പറ്റില്ല. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിച്ചു, NSS എതിർത്തിട്ട് പോലും പിടിച്ചു. അതാണ് എല്ലാ അത്ഭുതം. ആ ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരിയും ചിലപ്പോൾ പോയേക്കാം. പിന്നെ റാന്നിയുടെ കാര്യം പറയണ്ട, അതെങ്ങനെ വേണം വരാം, അതെങ്ങനെ വേണമല്ല, UDF-ന് അനുകൂലമായി തന്നെ വരാനാണ് ചാൻസ്. ഇത് ആരോടെങ്കിലും വിരോധമുണ്ടോ, പാർഷ്യാലിറ്റി ഉണ്ടോ പറയുന്നില്ല. ഇന്നത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. പാലായിലെ റിയാലിറ്റി നിഷേധിക്കാൻ പറ്റുമോ? പാലായിലെ റിയാലിറ്റി നിഷേധിക്കാൻ പറ്റും. 2 പഞ്ചായത്ത് ജയിച്ചെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി നടക്കുന്നത് അങ്ങനെയല്ല. പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ കേരള കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരുന്നു. പഞ്ചായത്തുകളെല്ലാം പോയി, പല പഞ്ചായത്തും പോയി, കൊള്ളങ്ങാട് ഒഴിച്ചുള്ള എല്ലാം പോയി, കാണക്കാരി, മാഞ്ഞൂര് എല്ലാം പോയില്ലേ? എങ്ങനെയാണ് പോയത്? കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പിൻബലം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് ഒന്നുകൂടെ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചാൽ, ജോസ് കെ മാണി ഞാൻ പറഞ്ഞു, ജോസ് കെ മാണിയല്ല, മാണി കേരള കോൺഗ്രസിന്റെ കഥ കഴിയും, പൂർണ്ണമായിട്ട് കഴിയും. ആ സാഹചര്യത്തിലേക്കാണ് പാലായിലെ അല്ലെങ്കിൽ പ്രചരണങ്ങൾ, തന്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമുണ്ട് എന്ന് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ നല്ലത്. തൽക്കാലം ഇത്രമാത്രം.